എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തൻ മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തൻ മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടു താൻ, തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടു താൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ. രാവിലും പകലിലും ചേലൊടുതൻ പാലനം, രാവിലും പകലിലും ചേലൊടുതൻ പാലനം, ഭൂവിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം, ഭൂവിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ. 34 സങ്കീർത്തനം 18 19 വാക്യങ്ങൾ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. നാം പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതായ വേദഭാഗമാണിത്. ദാവീദ് രാജാവ് പറയുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ് എന്നാണ്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഹൃദയനുറുക്കത്തിൻ്റെ അനുഭവം ദാവീദ് രാജാവ് അനുഭവിച്ചിട്ടുണ്ട്. തൻ്റെ വിഷമതയുടെ ഏറ്റവും പാരമ്യതയിൽ ഹൃദയം തകർന്നു പോകുന്നതായ സമയത്ത് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദാവീദിന് ഇടയായിട്ടുണ്ട്. താൻ മരണത്തെ മുഖാമുഖം കണ്ടതായ ഒരുപാട് സന്ദർഭങ്ങളിൽ കർത്താവ് തൻ്റെ അരികിലേക്ക് വന്ന് തന്നെ ആശ്വസിപ്പിച്ചതിൻ്റെ ഓർമ്മ തനിക്കുണ്ട്.
നമുക്കറിയാം, ഒരു തവണ തൻ്റെ കൂടെയുള്ളവർ പോലും ദാവീദ് രാജാവിനെ കല്ലെറിയുവാനായിട്ട് തുടങ്ങിയ ഒരു സമയമുണ്ടായിരുന്നു. തൻ്റെ സർവ്വസമ്പത്തും നഷ്ടപ്പെട്ടു പോയതായ ഒരു സമയമുണ്ടായിരുന്നു. തൻ്റെ മകൻ തനിക്കെതിരായിട്ട് തിരിഞ്ഞ് വല്ലാത്ത ഹൃദയവേദനയിലൂടെ താൻ കടന്നുപോയതായ അവസരമുണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ ഭയാനകമായ സാഹചര്യങ്ങളിലൂടെ, ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ താൻ കടന്നുപോയപ്പോൾ, ഹൃദയം നുറുങ്ങുന്നതായ അവസ്ഥയിലേക്ക് വന്നപ്പോൾ താൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവ് സമീപസ്ഥനാണ് എന്ന് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദാവീദ് രാജാവിന് ഇടയായിത്തീർന്നു. തൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ താൻ എഴുതിയിരിക്കുന്നത്. ഈ സങ്കീർത്തനം ചമയ്ക്കുന്ന സാഹചര്യം തന്നെ അതിൻ്റെ ആരംഭഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹിമേലേക്കിൻ്റെ മുമ്പിൽ നിന്ന് ബുദ്ധിഭ്രമം നടിച്ച് താൻ രക്ഷപ്പെടുന്നതായ സമയം പാടിയതായ സങ്കീർത്തനമാണല്ലോ 34-ാം സങ്കീർത്തനം. ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയതായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഭയപ്പെടേണ്ടതില്ല, ഭാരപ്പെടേണ്ടതില്ല എന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഹൃദയം നുറുങ്ങുന്നതായ സമയത്ത് ഒരുപക്ഷെ നമുക്ക് മറ്റ് മനുഷ്യരിൽ നിന്ന് സഹായം ലഭിച്ചില്ലെന്ന് വരാം, അഥവാ മറ്റാർക്കും നമ്മെ സഹായിക്കുവാൻ സാധിച്ചില്ല എന്ന് വരാം. നമ്മുടെ ജീവിതത്തിലെ നൊമ്പരങ്ങൾ, പ്രയാസങ്ങൾ, വല്ലാത്ത ചിന്താഭാരങ്ങളൊക്കെ വന്ന് നമ്മുടെ ഹൃദയം തകരുന്നതായ ചില വേളകളുണ്ട്. ഒരുപക്ഷെ നാം പകലൊക്കെ സന്തോഷചിത്തരായിട്ട് നടന്നിരിക്കാം. പകൽ നാം മറ്റുള്ളവരോട് ഒരുമിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജോലി കാര്യങ്ങളിൽ ഏർപ്പെട്ട് നമ്മൾ വളരെ സന്തോഷചിത്തരായിട്ടൊക്കെ നടക്കും. പക്ഷേ നാം ഏകരായിട്ടിരിക്കുമ്പോഴാണ്, തനിയെ ഇരിക്കുമ്പോഴാണ് പലവിധ ചിന്താകുലങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. അപ്പോഴാണ് പലപ്പോഴും നാം പലതിനെപ്പറ്റി ചിന്തിക്കുന്നത്. നമ്മുടെ നഷ്ടങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ ഇല്ലായ്മകളെ സംബന്ധിച്ച്, നമ്മുടെ പ്രതിസന്ധികളെ സംബന്ധിച്ച്, നമുക്ക് നേരിടുവാനുള്ള വലിയ വിപത്തിനെ സംബന്ധിച്ച്, നമുക്ക് നഷ്ടപ്പെട്ടു പോയതായ സൗഭാഗ്യങ്ങൾ ഓർത്തുകൊണ്ടൊക്കെ നമ്മുടെ മനസ്സ് വല്ലാതെ ചിന്താകുലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നാം അറിയാതെ നമ്മുടെ കണ്ണ് നനഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നാം കിടക്കയിൽ നമുക്ക് ഉറങ്ങാൻ സാധിക്കാതെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നമ്മൾ കിടന്നിരിക്കും. രാത്രി മുഴുവൻ ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ പലപ്പോഴും നാം വല്ലാതെ ഭാരപ്പെടേണ്ടുന്നതായിട്ട് വരാം. എന്നാൽ ആ സമയത്ത് ദൈവവചനം നമ്മോട് പറയുകയാണ്, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. യഹോവ സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ആ കർത്താവ് നമ്മുടെ അരികിലേക്ക് വരുന്നവനാണ്, നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് വല്ലാതെ വിഷമിക്കുന്നതായ സമയത്ത്, അതിന് രോഗങ്ങൾ വരുമ്പോൾ, ക്ഷീണങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ അരികിൽ നിന്ന് അതിനെ തലോടി ആശ്വസിപ്പിക്കുന്നത് പോലെ നമുക്ക് പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം തകരുന്നതായ സമയത്ത് നാം അറിയാതെ നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ തലോടുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം നമുക്കുണ്ട്. നമ്മുടെ ഹൃദയം തകരുന്നതായ സമയത്ത് ആ കർത്താവ് നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ തലോടി ആശ്വസിപ്പിക്കുന്നു. അവിടുത്തെ ശക്തി നമ്മിലേക്ക് പകർന്നു തരുന്നു. ഇതത്ര അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. മറ്റാർക്കും, ഒരു മനുഷ്യനും നമ്മെ സഹായിക്കുവാൻ ഒരുപക്ഷെ സാധ്യമായില്ലെന്നിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ വേദനകൾ ദൂരീകരിക്കുവാൻ ഒരു മനുഷ്യനും കഴിഞ്ഞില്ലെന്ന് വരാം. ബാഹ്യമായ കാര്യങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് ഒരുപക്ഷെ നമ്മെ സഹായിക്കുവാൻ അവർ ശ്രമിച്ചെന്നിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ വേദനയെ അളക്കുവാനോ അതിനെ കുറയ്ക്കുവാനോ ഒരു മനുഷ്യനും കഴിയുകയില്ല. പക്ഷേ കർത്താവിന് സാധിക്കും. കർത്താവ് നമ്മുടെ അരികിലേക്ക് വരും. കർത്താവ് നമ്മെ സഹായിച്ച് നമ്മെ സാന്ത്വനിപ്പിക്കുന്നവനാണ്. അങ്ങനെ ഹൃദയം തകർന്നവർക്ക്, നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രിയമുള്ളവരെ, നമ്മൾ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ എത്രയോ തവണ നമ്മുടെ ഹൃദയം നുറുങ്ങുന്നതായ അവസ്ഥയിലൂടെ നാം കടന്നു പോയിട്ടുണ്ട്. പക്ഷേ കർത്താവ് അപ്പോഴൊക്കെ നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ ആശ്വസിപ്പിച്ചിട്ടില്ലേ? നമ്മെ തലോടിയിട്ടില്ലേ? നാം അറിയാതെ നമ്മെ തലോടിയിട്ടില്ലേ? എത്രയോ പ്രതിസന്ധികളുടെ മുൻപാകെ നാം തകർന്നു വീഴേണ്ടതായിരുന്നു. എന്നാൽ കർത്താവ് അതിന് സമ്മതിച്ചില്ല. കർത്താവ് നമ്മുടെ അരികിലേക്ക് വരും. മറ്റാരും അറിയാതെ നമ്മുടെ അരികിലേക്ക് വരികയും നമ്മെ സഹായിക്കുകയും ചെയ്യും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ദൈവം തൻ്റെ ദൂതന്മാരെ നമ്മുടെ അരികിൽ നിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മെ തലോടുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ തന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ ജീവിത പാതയിൽ പല കല്ലുകളിൽ തട്ടി നാം തകർന്നു വീഴുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ദൈവം തന്നെ ദൂതന്മാരെ അയച്ച് നമ്മെ താങ്ങി പരിപാലിച്ച് കല്ലിൽ തട്ടിപ്പോകാതെ, തളർന്നു വീഴാതെ നമ്മെ പരിപാലിക്കുന്ന സാന്നിധ്യം എത്രയോ വിലയേറിയതാണ്. ഇന്ന് രാവിലെ ആ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് സമയങ്ങളിൽ നാം തകർന്നു പോകാമായിരുന്നു. പക്ഷേ കർത്താവ് നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മോട് പറഞ്ഞു, കുഞ്ഞെ, നീ എന്തിനാ കരയുന്നത്?
നീ എന്തിനാ വിഷമിക്കുന്നത്? നിന്റെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. നിന്റെ ഭാവിയും നിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ ഞാനാണ്. 139 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എന്നാണ് നമ്മോട് വായിക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ നമ്മുടെ വർത്തമാനകാലങ്ങളോ അല്ലെങ്കിൽ ഭൂതകാലങ്ങളോ മാത്രമേ അറിയുവാൻ സാധ്യമാകുകയുള്ളൂ. പക്ഷേ നമ്മുടെ കർത്താവിന് നമ്മുടെ ഭാവി കാര്യങ്ങളും അറിയാവുന്നവനാണ്. നാളെ എന്താണ് സംഭവിക്കുന്നത്, നാളെ നീ എവിടെയാണ്, നാളെ നീ എങ്ങനെയായിരിക്കും എന്നെല്ലാം അറിയുന്ന കർത്താവ് നമ്മോട് പറയുകയാണ്, കുഞ്ഞെ നീ കരയണ്ട, നീ ഭയപ്പെടേണ്ട. നാം നമ്മുടെ മക്കളോട് പറയുന്ന പോലെ, അവരെ നമ്മൾ ആശ്വസിപ്പിക്കുന്ന പോലെ, കുഞ്ഞെ മക്കളെ എന്നൊക്കെ ഒരു പക്ഷേ നമ്മളെ വിളിക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മുടെ അരികിൽ വന്ന് നമ്മോട് പറയുകയാണ്, നീ കരയണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. മറ്റാർക്കും നിന്നെ ശക്തീകരിക്കുവാൻ ഒരു പക്ഷേ സാധ്യമല്ലെന്നിരിക്കും, പക്ഷേ ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, നീ അഗ്നിയിലൂടെ കടന്നാൽ അത് നിന്നെ ദഹിപ്പിച്ച് കളയുകയില്ല. ശദ്രക് മേശക് അബേദ്നെഗോവിനെ തീയിലേക്ക് എറിഞ്ഞു കളഞ്ഞപ്പോൾ 4-മനായിട്ട് അവരുടെ കൂടെ തീയിലൂടെ നടന്നവനാണ് നമ്മുടെ ദൈവം. നാം വായിക്കുന്നത്, ശദ്രക് മേശക് നടക്കുമ്പോൾ അവരുടെ കൂടെ നടന്നവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടുവെന്നാണ് അവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അത്രമാത്രം ഭയാനകമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം നമ്മുടെ കൂടെ അടുത്തു വരുന്നവനാണ്. അതുകൊണ്ട് എത്ര വലിയ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ആ സാന്നിധ്യമാണ് നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ടുന്നതായ കാര്യമില്ല. അതിൻ്റെ അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നുവെന്നാണ്. കർത്താവ് നമ്മെ രക്ഷിക്കുന്നവനാണ്. എങ്ങനെ? നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അനർത്ഥങ്ങൾ അസംഖ്യമാണ്. നമുക്ക് ദൈവമക്കളായതുകൊണ്ട് അനർത്ഥങ്ങൾ വരികയില്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. ഒരുപാട് അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കും. ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കും. നാം പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. നമ്മൾ വിചാരിക്കും, അയ്യോ ഇത്രയും പ്രശ്നങ്ങൾ എനിക്കിങ്ങനെ വന്നല്ലോ എന്നൊരു പക്ഷെങ്കിൽ നമ്മൾ വിചാരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ലോകത്തിലുള്ള മനുഷ്യർക്ക് ഒരു പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പ്രതിസന്ധികളൊന്നുമില്ല, അവർ സുഖിമാന്മാരായിട്ട് സുഭിക്ഷമായിട്ട് കഴിയുന്നു എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും. പക്ഷേ അവർക്ക് വലിയൊരു ന്യായവിധിയും നിത്യത മുഴുവനുമുള്ള ഒരു നരകാഗ്നിയിൽ അവരെരിയേണ്ടുന്നതായിട്ടുള്ള മനുഷ്യരാണ് അവർ. അതുകൊണ്ടാണ് അവർക്ക് ഈ ലോകത്തിലൊക്കെ ഒരുപാട് സുഖങ്ങളും സൗകര്യങ്ങളും മനസമാധാനവും ഒക്കെ ദൈവം കൊടുക്കുന്നത്. പക്ഷേ ഇതിനപ്പുറത്ത് അങ്ങോട്ട് ചെന്നിട്ട് നിത്യമായ നരകാഗ്നിയിൽ അവർ നിത്യത മുഴുവൻ എരിയേണ്ടുന്നവരാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നിത്യത മുഴുവൻ നമുക്ക് വലിയ സൗഭാഗ്യം, കർത്താവിനോട് കൂടെയുള്ള അനുഗ്രഹീതമായ ജീവിതം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതകളുള്ളത്. പ്രിയമുള്ളവരെ, അനർത്ഥങ്ങൾ അസംഖ്യമായിട്ടൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കും. ഒന്നിനെ പിറകെ മറ്റൊന്നായിട്ട് വന്നിരിക്കും. അങ്ങനെ നമ്മുടെ ഹൃദയം തകരുന്നതായ സ്ഥിതിയിലേക്ക് നാം വന്നിരിക്കും. പക്ഷേ ദൈവവചനം നമ്മോട് പറയുകയാണ്, യഹോവ എല്ലാറ്റിൽ നിന്നും അവനെ വിടുവിക്കുന്നു. പ്രിയമുള്ളവർ, ഇന്ന് രാവിലെ ഈ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് അടുത്ത് വരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും അനുഗ്രഹമാകട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദിവസമാകട്ടെ. നാം ഹൃദയനുറുക്കത്തിൻ്റെ അവസരങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഇന്ന് പകലിൽ ആ കർത്താവ് നാം അറിയാതെ നമ്മെ ആശ്വസിപ്പിക്കുന്നതും നമ്മെ തലോടുന്നതും അറിയുവാനിടയായിത്തീരട്ടെ. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നത് അനുഭവിച്ചറിയുന്ന ദിവസമായി മാറട്ടെ. അനർത്ഥങ്ങൾ മാറിപ്പോകുന്ന ദിവസമായി തീരട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ രാത്രി ഞങ്ങളെ കർത്താവെ അവിടുന്ന് ഭദ്രമായി പരിപാലിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ വായിച്ചതുപോലെ ഹൃദയം നുറുങ്ങുന്നതായ അവസരങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു, ഞങ്ങളെ ആശ്വസിപ്പിച്ചു, ഞങ്ങളുടെ കണ്ണുനീര് തുടച്ചു, ഞങ്ങളെ അവിടുന്ന് കർത്താവെ ബലപ്പെടുത്തി. അവിടുത്തെ മഹാകരുണയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും കർത്താവെ അനർത്ഥങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് വന്നപ്പോൾ, ഒന്നിന് പിറകെ മറ്റൊന്നായി വന്ന് ഞങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ, ഞങ്ങളുടെ കുടുംബത്തെ തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ, ഞങ്ങളുടെ പ്രിയമുള്ളവരെ കുടുംബാംഗങ്ങളെ പിടികൂടിയപ്പോൾ, കർത്താവെ അവിടുന്ന് ഞങ്ങളെ കൈവിടാതെ കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഞങ്ങളെ അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. കർത്താവെ, അവിടുത്തെ മഹാകരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. ഇന്നത്തെ ദിവസം കർത്താവെ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. എല്ലാ ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. ഇന്ന് ഞങ്ങൾ പോകുന്നതായ പാതകളിൽ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരണമേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.